സ്ഥാനാർത്ഥികളാകാൻ UDF നേതാക്കളെ കണ്ട VSന്റെ മുൻ PAയും PK ശശിയും. CPM ബന്ധം അവസാനിപ്പിച്ച് UDFന് പിന്നാലെ കൂടിയ VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന A സുരേഷും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരുന്ന മുൻ MLA PK ശശിയും ഇപ്പോൾ സ്ഥാനാർത്ഥികളാകാൻ UDF നേതാക്കളുടെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. VSന്റെ തട്ടകമായിരുന്ന മലമ്പുഴയിൽ സ്ഥാനാർത്ഥിയാകാനാണ് A സുരേഷ് താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത്. PK ശശി ഒറ്റപ്പാലത്ത് UDFനായി മത്സരിക്കാൻ ഉറപ്പിച്ചിരിക്കുകയാണ്. VSന്റെ മുൻ PA A സുരേഷ് UDF സ്ഥാനാർത്ഥിയായി മലമ്പുഴയിൽ മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചതിന്റെ ഭാഗമായി പാണക്കാട്ടെത്തി മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളെ സന്ദർശിച്ച് ചർച്ച നടത്തി. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള തന്റെ സന്നദ്ധത UDF നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ടെന്നും അന്തിമ തീരുമാനം മുന്നണിയാണ് എടുക്കേണ്ടതെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സുരേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. കൊടപ്പനക്കൽ തറവാട് കേരളത്തിലെ മതസൗഹാർദ്ദത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടവും സാംസ്കാരിക കേന്ദ്രവുമാണെന്ന് A സുരേഷ് പറഞ്ഞു. ഇവിടെ വന്ന് അനുഗ്രഹം വാങ്ങിക്കണമെന്ന് ഏറെ നാളായി ആഗ്രഹിച്ചിരുന്നു. ഇപ്പോഴാണ് അവസരം വന്നത്. PK ഫിറോസും മഞ്ഞളാംകുഴി അലിയും ഉൾപ്പെടെയുള്ള നേതാക്കൾക്കൊപ്പമാണ് സുരേഷ് എത്തിയത്. അരമണിക്കൂറിൽ താഴെ സമയം മാത്രമാണ് സുരേഷ് പാണക്കാട്ട് ചെലവഴിച്ചത്. സുരേഷിന് മലമ്പുഴ മണ്ഡലവുമായി പൊക്കിൾക്കൊടി ബന്ധമാണുള്ളതെന്നും അവിടുത്തെ ജനങ്ങൾക്ക് സുരേഷിനെ നന്നായി അറിയാമെന്നും സുരേഷിന്റെ സാന്നിധ്യം മണ്ഡലത്തിലും സമീപ മണ്ഡലങ്ങളിലും പ്രതിഫലനമുണ്ടാക്കുമെന്നും സാദിഖ് അലി തങ്ങൾ പറഞ്ഞു. ഇടത് മണ്ഡലമായ മലമ്പുഴയിൽ സുരേഷിനെ ഇറക്കി പരീക്ഷണം നടത്താൻ UDF തയ്യാറായേക്കുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഒറ്റപ്പാലത്ത് UDFനായി മത്സരിക്കാൻ ഉറപ്പിച്ച മട്ടിലാണ് PK ശശി. UDF പിന്തുണയോടെ CPM വിമതരുടെ കൂട്ടായ്മ രൂപീകരിക്കുന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായാവും ശശി മത്സരിക്കുക. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഒറ്റപ്പാലം മണ്ഡലത്തിലെ UDF നേതാക്കളെ PK ശശി സമീപിച്ചിരുന്നു. UDF നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് പിന്നാലെ തെരഞ്ഞെടുപ്പിൽ സഹായം തേടി ശശി കോൺഗ്രസ് മുസ്ലിം ലീഗ് നേതാക്കളെ സമീപിച്ചു. എന്നാൽ ശശിക്കെതിരെ കോൺഗ്രസിന്റെ ഒരു വിഭാഗം ഇതിനോടകം രംഗത്ത് വന്നിട്ടുണ്ട്. ലൈംഗിക അതിക്രമാരോപണത്തിൽ ശശിക്കെതിരെ നേരത്തെ പ്രതിഷേധിച്ചിട്ടുള്ളതിനാൽ വോട്ട് ചോദിക്കുന്നതിൽ പ്രതിസന്ധിയുണ്ടെന്നാണ് ഒരു വിഭാഗത്തിന്റെ വാദം. സുരേഷിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിൽ UDFൽ എതിർപ്പുണ്ടാവാൻ സാധ്യത ഇല്ലെങ്കിലും PK ശശിയുടെ കാര്യത്തിൽ തീരുമാനം നീളാനാണ് സാധ്യത.